രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമാണ്. PV അൻവറിനെ തള്ളുകയാണ്. അംഗീകരിക്കാതെ ഞങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തെ മുന്നണി പ്രവേശിപ്പിക്കുന്നത്? അതൊരു സ്വാഭാവികമായ ചോദ്യമല്ലേ? അപ്പൊ ആ ചോദ്യത്തിന് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറാകേണ്ടതല്ലേ? ഇന്നും ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം അതിന് തയ്യാറാകണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളിലൂടെ തന്നെ ഞാൻ അദ്ദേഹത്തോട് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. കാരണം ജനാധിപത്യ കേരളം ആഗ്രഹിക്കുന്നത് നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കണം, UDFന് വൻപിച്ച വിജയമുണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അൻവർ തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വിഷയങ്ങൾ ജനമധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നിലമ്പൂരിലെ മുൻ MLA എന്ന നിലയിൽ അദ്ദേഹം UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. അല്ല, അനുനയെ നീക്കാൻ കഴിഞ്ഞ 3 ദിവസമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പിന്നെ ഒരു കാര്യം എനിക്ക് പറയാം, പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് എന്തോ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഒരു ദിവസം 2-3 തവണ പരസ്പരം സംസാരിച്ചാണ്. എന്നോട് മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെയും UDFന്റെയും എല്ലാ നേതാക്കന്മാരുമായി സംസാരിച്ചിട്ടാണ് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അങ്ങനെ ഒറ്റ തിരിഞ്ഞുള്ള അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനങ്ങളല്ല ഇതെന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. സതീശൻ എല്ലാ നേതാക്കന്മാരുമായി ആലോചിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്, അല്ലാണ്ട് ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. അല്ല, ഞാൻ പറഞ്ഞത് അത് ജനങ്ങളുടെ മുമ്പിലൊരു വിഷയമാണ്. പക്ഷെ വിശാലമായ ജനാധിപത്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അൻവർ ഈ സ്ഥാനാർത്ഥി അംഗീകരിച്ച് UDFിലേക്ക് കടന്നു വരാനുള്ള വഴി ഒരുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കൂടി കടമയാണ്. അതുണ്ടാകും. പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സംസാരിച്ചു, ഇത് അംഗീകരിച്ചാൽ സ്ഥാനാർത്ഥിയെ ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റിനകം അദ്ദേഹത്തിന്റെ UDF അസോസിയേറ്റ് മെമ്പറായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഇന്നലെ അദ്ദേഹം ആര്യാടനെ എതിർക്കുന്നു. ഇനി വന്ന് അദ്ദേഹം മാറ്റി പറഞ്ഞാൽ അത് ജനങ്ങൾ അംഗീകരിക്കുമോ? ഇത് പൊതുമണ്ഡലത്തിൽ കിടക്കുകയല്ലേ? അല്ല, അത് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. എന്തുകൊണ്ടാണെന്ന് ആളുകൾക്ക് മനസ്സിലാവുമല്ലോ. അതൊന്നൊരു വിഷയമല്ല. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അതിനുശേഷം എന്ത് വേണമെന്നുള്ള കാര്യം നാളെ UDF കൂടി എല്ലാവരും കൂടി കൂട്ടായി ആലോചിച്ചൊരു തീരുമാനമെടുക്കും.